Good afternoon, all of you. What did we learn in the last class? നമ്മൾ എന്താ last classൽ പഠിച്ചത്? Who can say? Last classൽ നമ്മൾ എന്താ പഠിച്ചത്? ആർക്ക് പറയാൻ പറ്റും? കൈ കാണിക്കുക മിസ്സിനെ. Okay, ഷിഫാന ഫാത്തിമ. One minute. Okay, പറഞ്ഞോ. Pet animal. Pet animal. A pet അല്ലേ? നമ്മുടെ second lesson start ചെയ്തു. A pet എന്നുള്ള second lesson ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. എവിടെ വരെ മിസ് എടുത്തത്? ഏതുവരെ എടുത്തത്? Run away. Run away. അവിടെ വരെ മാത്രമാണ് എടുത്തത് അല്ലല്ലോ? ഇവിടെ വരെ മാത്രമേ മിസ് എടുത്തിട്ടു. കഴിഞ്ഞ ക്ലാസ്സിൽ മോൾ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. ഒരു ക്ലാസ് കിട്ടിയിട്ട. എന്നാ ആ ക്ലാസ്സിൽ തന്നെ ആയിരിക്കണം നമ്മളത് എടുത്തിട്ടുണ്ടല്ലോ. എവിടെ വരെ നാഫി എടുത്തത്? എവിടെ വരെ നമ്മൾ ക്ലാസ് എടുത്തത്? റണ്ണവേ വരെ തന്നെയാണ് എടുത്തത്. ഓക്കെ, നമുക്ക് എന്നാ ബാക്കി അതിന്റെ മീനിങ് നോക്കാം. Are you ready? Are you ready? Yes. Okay. മിസ് ഒന്നുകൂടി ആ ലെസൺ വായിക്കാം. എ പെറ്റ്. പാരന്റ്സ് ശ്രദ്ധിക്കുക, കുട്ടികൾ നമ്മുടെ എന്റെ കൂടെ ഞാൻ വായിക്കുന്നതിന്റെ കൂടെ വായിക്കുന്നതൊന്ന് ശ്രദ്ധിക്കണേ. Our second lesson is a pet. A pet. Okay. Masha and Sasha wanted a pet dog. Masha and Sasha wanted a pet dog. But father would not let them keep one. It will make a mess. It will make a mess, he said. And you won't keep it clean. Oh no, father, they begged. We shall keep it clean and take it for a walk. But please do let us have a pet dog. Father replied, I won't let animals into this house. One evening, Masha and Sasha saw a small puppy on the road. It could hardly move. Poor thing, it looks lost, said Sasha. Sasha picked up the puppy. I wish we could keep you. But father won't let us. She said. Run away. അതുവരെയല്ലേ നമ്മൾ എടുത്തത്? അല്ല ഋഷികേശേ? അമ്മേനോട് വർത്താനാണ് അല്ലേ? ശ്രദ്ധിക്കുക ഇവിടെ. But the puppy would not go. ആ പപ്പിനോട് എന്താ പറഞ്ഞ ഇവര്? നമുക്ക് നിന്നെ സഹായിക്കണം അല്ലെ, നമുക്ക് നിന്നെ നോക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മുടെ ഫാദർ നിന്നെ നോക്കാൻ വേണ്ടി, നിന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി അനുവദിക്കില്ല. സോ റൺ അവേ. ആ പപ്പിനോട് പറയാണ് റൺ അവേ, നീ ഓടിക്കോ എന്ന് പറഞ്ഞു. എന്നിട്ടോ ബട്ട് ദ പപ്പി വുഡ് നോട്ട് ഗോ. പപ്പി ഓടിപ്പോയോ? ഇല്ല. ബട്ട് ദ പപ്പി വുഡ് നോട്ട് ഗോ. പപ്പി പോയില്ല അല്ലേ? We can't leave it here, Masha. നമുക്കിതിനെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോവാൻ കഴിയില്ല മാഷ എന്ന് ആര് പറഞ്ഞു? സാഷ പറയാണ് അല്ലേ? സാഷ മാഷയോട് പറയാണ് we can't leave it here. നമുക്കിതിനെ ഇവിടെ കളഞ്ഞിട്ട് പോവാനാവില്ല. said Sasha. It might get run over by a car or a bus. ഇതിനെ എന്താ ഓടിച്ചേക്കാം? കാറോ ബസ്സോ ഇതിനെ ഓടിച്ചേക്കാം. ഇതിനെ ഓടാൻ പറ്റുമോ?
ഇല്ല അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞു ഇറ്റ് കുഡ് ഹാർഡ്ലി മൂവ് എന്ന് പറഞ്ഞില്ലേ നമ്മൾ നേരത്തെ? അതിന് അനങ്ങാൻ കഴിയുന്നില്ല അല്ലെ? അതിന് നടക്കാൻ വിഷമാണല്ലേ? It might get run over by a car or bus. ഇതിന് എന്ത് ഓടിച്ചേക്കാം? കാറോ ബസ്സോ ഓടിച്ചേക്കാം. Let us take it home. നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിനെ വീട്ടിലേക്ക് കൊണ്ടുപോവാം അല്ലേ? ആരാ പറഞ്ഞത്? ആരാ പറഞ്ഞത്? സാഷ പറഞ്ഞു. ആരോട് പറഞ്ഞു? മാഷേനോട് പറഞ്ഞു. But the puppy would not go. പപ്പിക്ക് പോവാൻ കഴിഞ്ഞില്ല. അപ്പം സാഷ മാഷേനോട് പറയാണ്, we can't leave it here. നമുക്ക് ഇതിനെ ഇവിടെ ഉപേക്ഷിച്ച് പോവാൻ കഴിയില്ല. It might get run over by a car or bus. ഒരു പക്ഷേ നമ്മുടെ ഈ പപ്പിനെ കാറോ ബസ്സോ ഓടിച്ചേക്കാം. Let us take it home. നമുക്ക് ഇതിനെ വീട്ടിലേക്ക് കൊണ്ടുപോകാം. ഈ ഒരു പാരഗ്രാഫ് മനസ്സിലായോ? മനസ്സിലായോ നിഹ? ഓക്കെ, എന്നിട്ട് എന്താ സംഭവിച്ചെന്ന് നോക്കാം നമുക്ക്. കഥയുടെ ബാക്കി നോക്കാം. നെക്സ്റ്റ് പേജ്, ടെക്സ്റ്റ് ബുക്ക് ലെവൽ നെക്സ്റ്റ് പേജ് എടുക്കാം. But father does not want animals in the house, cried Masha. അപ്പൊ മാഷ പറയാണ്, but father does not want animals in the house. പക്ഷെ എന്തുണ്ട്? നമുക്ക് ഇതിനെ വീട്ടിൽ കൊണ്ടുപോകാം, ശരിയാണ്, ഞാൻ റെഡി. But father does not want animals in the house. പക്ഷെ നമ്മുടെ അച്ഛന്, നമ്മുടെ ഫാദറിന് ആനിമൽസിനൊന്നും വീടിന്റെ അകത്തേക്ക് കയറ്റണ്ടല്ലോ എന്ന് ആരാ പറഞ്ഞത്? cried Masha. Okay. But father does not want animal in the house. പക്ഷെ നമ്മുടെ അച്ഛന് ആനിമൽസിനെ ഒന്നും വീട്ടിൽ കയറ്റുന്നത് ഇഷ്ടമല്ല, അനുവദിക്കില്ല അല്ലെ അതിന്. Let us hide it at home tonight, said Sasha. അപ്പൊ സാഷ പറയണേ, അതിനൊരു വഴിയുണ്ട്. Let us hide it at home tonight, said Sasha. നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? വീടിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെക്കാന്ന് പറഞ്ഞു. നമ്മുടെ ഈ പപ്പീനെ അച്ഛൻ കാണാതെ വീടിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെക്കാന്ന് പറഞ്ഞു. Tomorrow we can give it to Gautam uncle. Tomorrow, നാളെ, we can give it to Gautam uncle. നമുക്കൊരു കാര്യം ചെയ്യാം, നാളെ രാവിലെ എന്ത് ചെയ്യാം? ഇതിനെ ഗൗതം അങ്കിളിന് കൊടുക്കാം. ഓക്കെ. നമ്മുടെ അച്ഛൻ ആനിമൽസിനൊന്നും വീട്ടിൽ കയറ്റില്ല എന്ന് മാഷ പറയുമ്പോ സാഷ പറയാണ്, നമുക്കിതിനെ നമ്മുടെ വീടിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെക്കാം, എന്നിട്ട് നാളെ രാവിലെ നമുക്കിതിനെ ഗൗതം അങ്കിളിന് കൊടുക്കാം. He will know what to do. അദ്ദേഹത്തിന് അറിയാം എന്താ ചെയ്യേണ്ടതെന്ന് അല്ലേ? നമ്മുടെ കുട്ടികളാണ്, നമുക്കറിയില്ല എന്താ വേണ്ടതെന്ന്. നമുക്ക് നാളെ ഇത് ഗൗതം അങ്കിളിന് കൊടുക്കാം. അപ്പൊ ഗൗതം അങ്കിളിന് അറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. ഇതിന് എന്ത് ചെയ്യണം എന്നുള്ള കാര്യം ഗൗതം അങ്കിൾ പറഞ്ഞു തരും. മനസ്സിലാവുന്നുണ്ടോ? ഉണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. ഗൗതം അങ്കിൾ lived next to their house and was their best friend. അപ്പൊ ആര് ഗൗതം അങ്കിള്? നാളെ ഗൗതം അങ്കിളിന് കൊടുക്കാന്ന് പറഞ്ഞില്ലേ? അപ്പൊ ആരാ ഗൗതം അങ്കിൾ എന്ന് അറിയുന്നുണ്ട് നിങ്ങൾക്ക്? ഗൗതം അങ്കിൾ lived next to their house. ഗൗതം അങ്കിൾ എവിടെയാ താമസിക്കുന്നത്? എവിടെയാ ഗൗതം അങ്കിൾ താമസിക്കുന്നത്? He lived next to their house. അവരുടെ വീട്ടിൽ തൊട്ടടുത്ത് തന്നെയാണ് ഗൗതം അങ്കിൾ താമസിക്കുന്നത്. And was their best friend. പിന്നെ അത് കൂടാതെ അദ്ദേഹം ആരായിരുന്നു? അവരുടെ ബെസ്റ്റ് ഫ്രണ്ട് കൂടിയായിരുന്നു അല്ലേ? ഗൗതം അങ്കിൾ അവരുടെ വീടിന്റെ തൊട്ടടുത്താണ് താമസിക്കുന്നത്. അതുപോലെ അവരുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു ഗൗതം അങ്കിൾ. മനസ്സിലായല്ലോ? അപ്പൊ ഗൗതം അങ്കിൾ ആരെന്ന് മനസ്സിലായില്ലേ? മനസ്സിലായോ? Say yes or no? Okay. Next paragraph. Sasha and Masha took the puppy home. Sasha and Masha took the puppy home. Took means what? Took is the past tense of take. Take in the past tense ആണ് എന്ത്? took. Take എന്ന് പറഞ്ഞാൽ എന്താ? എടുക്കുക. took എടുത്തു. ഓക്കെ. പാസ്റ്റ് ടെൻസ് എന്ന് വെച്ചാൽ എന്താ? കഴിഞ്ഞ കാര്യല്ലേ? അപ്പൊ take ന്റെ പാസ്റ്റ് ടെൻസ് എന്താണ്? took ആണ് അല്ലേ? എടുത്തു. Sasha and Masha took the puppy home. അതിന്റെ മീനിങ് എന്താ? സാഷയും മാഷയും ആ പപ്പീനെ വീട്ടിലേക്ക് എടുത്തു. Mother was in the garden. അപ്പൊ അമ്മ എവിടെയായിരുന്നു? ഇവര് പപ്പിനെ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ അമ്മ എവിടെയായിരുന്നു? She was in the garden. Mother was in the garden. അമ്മ ഗാർഡനിലായിരുന്നു. She did not see them running in. She did not see them running in. എന്ന് വെച്ചാൽ എന്താ? അമ്മ എന്ത് കണ്ടില്ല? അവര് വീട്ടിന്റെ ഉള്ളിലേക്ക് ഓടിപ്പോയത് കണ്ടില്ല. ഓക്കെ. അമ്മ ഗാർഡനിലായിരുന്നു. അമ്മ അവര് കുട്ടികൾ വീടിന്റെ ഉള്ളിലേക്ക് ഓടിപ്പോയത് കണ്ടില്ല. They took the puppy to their room. എന്ത് ചെയ്തു? അവരെന്താ ചെയ്ത ആ പപ്പീനെ?
They took the puppy into their room. അവർ ആ പപ്പീനെ അവരുടെ റൂമിലേക്ക് കൊണ്ടുപോയി. They took the puppy to their room. To their room. അവരുടെ റൂമിലേക്ക് കൊണ്ടുപോയി. She did not see them running in. They took the puppy to their room. Let's give it a bath, said Sasha. അപ്പൊ സാഷ പറയണം മാഷിനോട്, let's give it a bath. നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിനൊന്ന് കുളിപ്പിക്കാന്ന് പറഞ്ഞു. Let's give it a bath. നമുക്കിതിനെ കുളിപ്പിക്കാം, said Sasha. They filled with a tub with water and put the puppy in it. എന്നിട്ട് അവർ കുളിപ്പിക്കാൻ പോവാണ്. അതിന്റെ പ്രോസസ്സിംഗ് ആണ് പറയുന്നത്. They filled the tub with water and put the puppy in it. അവർ ടബിൽ വെള്ളം നിറച്ചിട്ട് അതിൽ വെള്ളം നിറച്ചിട്ട് ഈ പപ്പീനെ അതിലേക്ക് ഇട്ടല്ലേ. They enjoyed bathing it. How the puppy enjoyed it too. They enjoyed bathing it. അവർ എന്ത് ചെയ്തു, അതിനെ കുളിപ്പിക്കുന്നത് അവർക്ക് ഭയങ്കര ഇഷ്ടമായി അല്ലേ. അതുപോലെ തന്നെ പപ്പിക്കും അതിനെ കുളിപ്പിച്ചത് നല്ലോണം ഇഷ്ടമായി. They enjoyed bathing it. How the puppy enjoyed it too. പപ്പിയും കുളിച്ചത് എൻജോയ് ചെയ്തു, കുളിപ്പിച്ചത് ആരും എൻജോയ് ചെയ്തു, നമ്മുടെ മാഷയും സാഷയും എൻജോയ് ചെയ്തു. They took it out of the water and patted it dry. They took it out of the water. They took it out of the water. അവർ വെള്ളത്തിൽ നിന്ന് അതിനെ എടുത്തു അല്ലേ. എന്നിട്ടോ they took it out of the water and patted it dry. Patted means what? Patted. What do you mean by patted? Patted എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പുറത്തിങ്ങനെ തട്ടില്ലേ, തട്ടുന്നതിന് നമ്മൾ എന്ത് പറയാ? പാറ്റഡ് എന്ന് പറയാ. അപ്പൊ ഈ പപ്പിക്കുട്ടിനെ അവരിങ്ങനെ തട്ടുകയായിരുന്നു. എന്തിനു വേണ്ടിയിട്ട്? അത് ഉണങ്ങാൻ വേണ്ടിയിട്ട്. കുളിപ്പിച്ചിട്ട് നനഞ്ഞിട്ടല്ലേ ഉണ്ടാവുക. എന്താ മോനെ ഇറക്കി എന്തെങ്കിലും പറയാനുണ്ട്? എന്റെ മോന് പറയാനുണ്ട് എന്തെങ്കിലും? ഇല്ല. ഓക്കെ then. They took it out of the water and patted it dry. അതുവരെ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഇപ്പൊ ക്ലാസ് എടുത്തത് വരെ ഒന്ന് വായിച്ചു നോക്കിയാലോ. Are you ready? Are you ready? Okay then. Take your previous page. But the puppy would not go. ഞാൻ വായിക്കുന്ന സമയത്ത് മക്കൾക്ക് മീനിങ് കിട്ടുന്നുണ്ടോ നോക്കണേ. But the puppy would not go. പപ്പി പോയില്ല. We can't leave it here, Masha. നമുക്കിതിനെ ഇവിടെ കളഞ്ഞിട്ട് പോകാൻ കഴിയില്ല, said Masha. It might get run over by a car or bus. Let us take it home. ഇതിനെ ബസ്സോ കാറോ ഓടിച്ചേക്കാം, അതുകൊണ്ട് നമുക്കിതിനെ വീട്ടിലേക്ക് എടുക്കാം. But father does not want animals in the house. But father does not want animals in the house, cried Masha. Let's hide it at home tonight. നമുക്ക് ഇന്ന് രാത്രി ഇവനെ നമ്മുടെ വീട്ടിൽ ഒളിപ്പിച്ചു വെക്കാം, said Sasha. Tomorrow we can give it to Gautam uncle. Tomorrow we can give it to Gautam uncle. He will know what to do. He will know what to do. Gautam uncle lived next to their house and was their best friend. Who is Gautam uncle? Who is Gautam uncle? Gautam uncle lived to next to their house and was their best friend. Okay? അവരുടെ വീടിന്റെ മാഷന്റെയും സാഷന്റെയും വീടിന്റെ തൊട്ടടുത്തായിരുന്നു ആര് താമസിച്ചിരുന്നത്? നമ്മുടെ ഗൗതം അങ്കിൾ താമസിച്ചിരുന്നത്. മാത്രമല്ല ഗൗതം അങ്കിൾ അവരുടെ ബെസ്റ്റ് ഫ്രണ്ട് കൂടിയായിരുന്നു. എന്നിട്ടോ നോക്ക നെക്സ്റ്റ് പാരഗ്രാഫ്. Sasha and Masha took the puppy home. Mother was in the garden. She did not see them running in. They took the puppy to their room. Let's give it a bath, said Sasha. They filled the tub with water and put the puppy in it. They enjoyed bathing it. How the puppy enjoyed it too. They took it out of the water and patted it dry. Muhammad T, listen here. Muhammad T, you have to listen here. Okay, next paragraph. Hannah, sit properly. Sit properly. Okay. Next paragraph. Sasha got a bowl of warm milk for the puppy. Sasha got a bowl of warm milk. എന്നിട്ടോ
പറഞ്ഞേ, മീനിങ് പറഞ്ഞേ അതിന്റെ സെന്റൻസിന്റെ. സാഷ ഗോട്ട് എ ബൗൾ ഓഫ് വാം മിൽക്ക് ഫോർ ദ പപ്പി. സാഷ എന്താ ചെയ്തത്? ഒരു ബൗളിൽ വാം മിൽക്ക് അല്ലെ. വാം മിൽക്ക് എന്ന് വെച്ചാൽ എന്താ? ചെറിയ ചൂടുള്ള മിൽക്ക്. മിൽക്ക് മീൻസ് പാല്. സാഷ ഗോട്ട് എ ബൗൾ ഓഫ് വാം മിൽക്ക് ഫോർ ദ പപ്പി. ആ പപ്പിക്ക് വേണ്ടി സാഷ ഒരു ബൗളില് ചൂടുള്ള ഇളം ചൂടുള്ള പാലെടുത്ത് കൊണ്ടുവന്നു. എന്നിട്ടോ ദ പപ്പി ലവ്ഡ് ഇറ്റ്. ഇത് പപ്പിക്ക് കൊടുത്തു. ദ പപ്പി ലവ്ഡ് ഇറ്റ്. പപ്പിക്ക് അത് ഇഷ്ടായി അല്ലേ? പാല് കുടിച്ചപ്പോ സന്തോഷായി. ദ പപ്പി ലവ്ഡ് ഇറ്റ്. Then all of them curled up on the bed together and fell fast asleep. നോക്ക്, then all of them എന്നിട്ടോ എന്നിട്ട് എല്ലാവരും then all of them curled up on the bed together and fell fast asleep. എന്ത് ചെയ്തെന്ന് അറിയോ? അവര് മൂന്നാളും സാഷയും മാഷയും നമ്മുടെ പപ്പിയില്ലേ, പപ്പിയും കൂടിയിട്ട് ചുരുണ്ടുകൂടി കട്ടിലിൽ കിടന്നു. curled up on the bed together and fell fast asleep. വേഗം ചുരുണ്ടുകൂടി മൂന്നാളും കടന്ന് വേഗം തന്നെ ഉറങ്ങി അവര്. എന്നിട്ട് ബാക്കി എന്തായി നോക്കാം. ഒന്നുമില്ല, ഇപ്പൊ പറഞ്ഞ പാരഗ്രാഫ്. സാഷ got a bowl of warm milk for the puppy. The puppy loved it. Then all of them curled up on the bed together and fell fast asleep. Curled means curled വെച്ച് ചുരുണ്ട് കിടക്കുന്ന നമ്മള് ചുരുണ്ടാന്നുള്ളൊരു മീനിങ് ആണ് curled. ഓക്കെ, അവരാ കട്ടിൽ ചുരുണ്ടുകൂടി വേഗം തന്നെ ഉറങ്ങി. എന്നിട്ട് എന്താ സംഭവിച്ചേ? നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. When father came home from work, he was surprised to find the house quiet. He and mother looked into the children's room. When father came home from work, എന്നിട്ടോ രാത്രിയല്ലേ ആയില്ലേ, അച്ഛൻ പണി കഴിഞ്ഞിട്ട് വന്നിട്ട് വീട് നോക്കുന്ന സമയത്ത് ഭയങ്കര സൈലന്റ് ആണ്. സാധാരണ അങ്ങനെ സൈലന്റ് അല്ലായിരുന്നു. സാക്ഷിയും മാഷിയും ഒക്കെ ഭയങ്കര ബഹളായിരുന്നു. ഇന്ന് പക്ഷെ അവരൊരു കള്ളത്തരം ചെയ്തിട്ടുണ്ടല്ലേ. അമ്മയും അച്ഛനും അറിയാണ്ട് പപ്പീനെ അവരുടെ റൂമിൽ കിടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് വേഗം തന്നെ അവര് കിടന്നുറങ്ങി. ഒച്ചയൊന്നും ആക്കാതെ ആ പപ്പിയുടെ പുറകെ ആയിരുന്നില്ലേ. When father came home from work, അച്ഛൻ പണി കഴിഞ്ഞിട്ട് വന്ന് നോക്കുന്ന സമയത്ത് he was surprised to find the house quiet. Quiet means what? Quiet. Quiet. Quiet means what? ശാന്തം. വേറൊരു ക്വയറ്റും കൂടി ഉണ്ടല്ലോ, QUITE, ക്വയറ്റ്. അതിന്റെ മീനിങ് എന്താണ്? തികച്ചും. അപ്പൊ സ്പെല്ലിംഗ് ഇവിടെ എന്താണ്? QUIET ആണ് അല്ലേ. ക്വയറ്റ്, ശാന്തം. ഓക്കെ, when the father came home from work, he was surprised to find the house quiet. അച്ഛൻ എന്തിനാ സർപ്രൈസ് ആയത്? ആ ഫാദർ എന്തുകൊണ്ടാ സർപ്രൈസ് ആയത്? ഫാദർ നോക്കുന്ന സമയത്ത് വീടെല്ലാം ക്വയറ്റ് ആയിട്ടല്ലേ, ശാന്തായിട്ട്, ഒരു ഒച്ചപ്പാടൊന്നുമില്ല. എന്നിട്ടോ he and mother looked into the children's room. അവരെന്ത് ചെയ്തു? അമ്മയും അച്ഛനും കൂടിയിട്ട് കുട്ടികളുടെ റൂം പോയി നോക്കി. എന്തുകൊണ്ടാണ്? ഇവര് സൈലന്റ് എന്ന് അറിയണല്ലോ. ഇവരിന്നെന്താ പുറത്തേക്കൊന്നും വരാഞ്ഞത്? അവരെ പുറത്തേക്കൊന്നും കണ്ടില്ലല്ലോ. എന്തുകൊണ്ടാ ഈ വീട് ഇങ്ങനെ സൈലന്റ് എന്ന് അറിയാൻ വേണ്ടിട്ട് നമ്മുടെ അച്ഛനും അമ്മയും കൂടിയിട്ട് കുട്ടികളുടെ റൂമിൽ പോയി. The puppy woke up and jumped down, wagging its little tail. Tail means what? എന്താ tail? Who can say? tail പറഞ്ഞ എന്താ? tail. ഓക്കെ, അമ്മന്റെ കുട്ടിക്ക് അറിയാം tail എന്ന് പറഞ്ഞാല്. ഓക്കെ, പറഞ്ഞ മോളെ. ടെയില് പറഞ്ഞാൽ എന്താ? ടെയില് പറഞ്ഞ എന്താ? വാലാണല്ലേ. ഓക്കെ, then okay, the puppy woke up. പപ്പി എഴുന്നേറ്റ് വന്നു അല്ലെ. അച്ഛന്റെ അമ്മന്റെ സൗണ്ട് കേട്ടപ്പോ പപ്പി എഴുന്നേറ്റ് വന്നു. The puppy woke up and jumped down. എന്നിട്ടോ കട്ടിലിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടി. Wagging its little tail. Wagging means what? WAGGING. Wagging means ആട്ടുക. നമ്മുടെ നായ്ക്കുട്ടികളെല്ലാം വാലാട്ടുന്ന കണ്ടിട്ടില്ലേ നിങ്ങള്? കണ്ടിട്ടുണ്ടോ? നായ്ക്കുട്ടികളെ വാലാട്ടുന്ന കണ്ടിട്ടുണ്ടോ നിങ്ങള്? Okay, then the puppy woke up and jumped down, wagging its little tail. എന്ത് ചെയ്തെന്നറിയോ? അമ്മേനെ അച്ഛനെ കണ്ടപ്പോ നമ്മുടെ പപ്പി
കട്ടിലിന്റെ മുകളിൽ നിന്ന് താഴേക്ക് തുള്ളിയിട്ട് അതിന്റെ ചെറിയ ലിറ്റിൽ ടെയില് ആട്ടാൻ വേണ്ടി തുടങ്ങി. വോഗിങ് മീൻസ് കുണുങ്ങുക അല്ലെങ്കിൽ ആട്ടുക എന്നുള്ള മീനിങ് ആണ് ഇവിടെ. ഓക്കെ, വാലാട്ടുന്നതിന് നമ്മൾ വോഗിങ് എന്ന് പറയാ. ആട്ടുന്നതിന് മീനിങ് അറിയില്ലെങ്കിൽ എഴുതി വെക്കണേ. വോഗിങ് ആട്ടുക അല്ലെങ്കിൽ കുണുങ്ങുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ നോക്കുക. ഫാദർ വാസ് സർപ്രൈസ്ഡ്. ഫാദർ പിന്നെയും സർപ്രൈസ്ഡ് ആയല്ലേ? എന്തിനാ? he picked up the puppy to take it outside. അച്ഛൻ എന്ത് ചെയ്തു എന്നറിയോ? ആ പപ്പീനെ എടുത്തിട്ട് പുറത്തു കൊണ്ടുപോയി ഇട്ടു. The puppy started licking his face happily. എന്നിട്ട് പപ്പി എന്താ ചെയ്തത്? The puppy started licking his face happily. ആ പപ്പി പുറത്തു കൊണ്ടുപോയിട്ട് സന്തോഷത്തിൽ അവന്റെ മുഖം ലിക്ക് ചെയ്യാന്ന് വെച്ചാ എന്താ? ലിക്ക് ചെയ്യാ. ലിക്കിങ് എന്താ? licking, L-I-C-K-I-N-G, licking. Who can say the answer? ആർക്ക് പറയാൻ പറ്റും ലിക്കിങ്ങിന്റെ മീനിങ്? ഓക്കെ, ഋഷികേഷിന് പറയാൻ പറ്റും അല്ലെ? ലിക്കിങ്ങിന്റെ മീനിങ് നോക്കട്ടെ. ഓക്കെ, പറഞ്ഞോ. നക്കല്. നക്കുന്നതിന് നമ്മൾ എന്ത് പറയാ? ലിക്കിംഗ് എന്ന് പറയാ അല്ലെ? ഓക്കെ, ദെൻ the puppy started licking his face happily. അവൻ സന്തോഷത്തോടെ നമ്മുടെ പപ്പി സന്തോഷത്തോടെ അവന്റെ മുഖം നക്കാൻ വേണ്ടി തുടങ്ങി. എന്നിട്ടോ ഫാദർ ആൻഡ് മദർ സ്റ്റാർട്ടഡ് laughing. അത് കണ്ടിട്ട് നമ്മുടെ ഫാദറും മദറും ചിരിക്കാൻ വേണ്ടി തുടങ്ങി. laughing എന്താ? LAUGH. laugh എന്താ? laugh ചിരിക്കുക അല്ലെ? laugh means ചിരിക്കുക. ഓക്കെ, ഫാദർ ആൻഡ് മദർ സ്റ്റാർട്ടഡ് laughing. The girls woke up scared. The girls woke up scared. Scared means what? Scared. Scare എന്താ? പേടിക്കുകയാണ് അല്ലെ? പേടിക്കുന്നതിന് നമ്മൾ എന്ത് പറയാ? പേടിക്കുകയാണ് മീനിങ് scare. The girls woke up scared. ആ കുട്ടികൾ രണ്ടുള്ള ഗേൾസ് ആരാണ് ഇവിടെ? മാഷിയും സാഷയും. The girls woke up scared. അവർ പേടിച്ചുകൊണ്ട് വേഗം എഴുന്നേറ്റു അല്ലെ? എന്നിട്ടോ when they saw their father and mother laughing, they were happy. അവർ പേടിച്ചുകൊണ്ടാണ് എഴുന്നേറ്റത്. പക്ഷേ അമ്മേന്റെയും അച്ഛന്റെയും ചിരി കണ്ടപ്പോ അവർക്കും സന്തോഷായി അല്ലേ? എന്തുകൊണ്ട് അവർ ആദ്യം പേടിച്ചത്? അവര് കാണാതെയല്ലേ നമ്മുടെ പപ്പീനെ വീടിന്റെ ഉള്ളിൽ കയറ്റിയത്. അച്ഛൻ കണ്ട ചീത്ത പറയില്ലേ? ഇല്ലേ? എന്നിട്ട് അവർ പേടിച്ചുകൊണ്ട് എഴുന്നേറ്റ് നോക്കിയപ്പോ അമ്മയും അച്ഛനോണ്ട് ചിരിക്കുന്നു. അത് കണ്ടപ്പോ അവർക്കും സന്തോഷായി, നമ്മുടെ മാഷക്കും സാഷക്കും സന്തോഷായി. എന്നിട്ടോ may we keep the puppy, father? asked Sasha. May we keep the puppy, father? asked Sasha. അപ്പൊ സാഷ എന്താ അച്ഛനോട് ചോദിച്ചെന്നറിയോ? നമ്മൾ ഈ പപ്പീനെ ഇവിടെ വളർത്തിക്കോട്ടെ, നമ്മൾ ഇതിനെ ഇവിടെ സൂക്ഷിച്ചോട്ടെ എന്ന് ചോദിച്ചു. അച്ഛൻ എന്താ പറഞ്ഞേ? നോക്ക്, അച്ഛൻ പറഞ്ഞതിന് മുന്നേ മാഷ പറയണേ പ്ലീസ് പ്ലീസ് ഫാദർ ആൻഡ് മാഷ. അപ്പൊ ആദ്യം സാഷ ചോദിച്ചു, അച്ഛൻ നമ്മൾ ഈ പപ്പീനെ വീട്ടിൽ സൂക്ഷിച്ചോട്ടെ, നമ്മൾ ഇതിനെ ഇവിടെ വളർത്തിക്കോട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ മാഷ പറയാണ് പ്ലീസ് പ്ലീസ് അച്ഛ പ്ലീസ് നമ്മൾ ഇതിനെ വളർത്തിക്കോട്ടെ എന്നുള്ള ഒരു രീതിയിൽ പ്ലീസ് പ്ലീസ് എന്ന് കൂടി ആഡ് ചെയ്തു. You may keep it if you promise to take good care of it and if it does not belong to anyone, said father. അപ്പൊ അച്ഛൻ എന്താ പറഞ്ഞേ? ഹന്ന, what are you doing? ഹന്ന, സ്ക്രീനിനെ കുറച്ച് പുറകോട്ട് മാറിയിരുന്നേ. ഓക്കെ, you may keep it if you promise to take good care of it. നിങ്ങൾ ഇതിനെ വളർത്തിക്കോ, പക്ഷെ നിങ്ങൾ ഒന്ന് പ്രോമിസ് ചെയ്യണം, ഇതിനെ നന്നായിട്ട് കെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം നിങ്ങൾ ഇതിനെ വളർത്തിക്കോളൂ. കൂടാതെ if it does not belong to anyone, if it does not belong to anyone, ഇത് ആരുടെയും അല്ലെങ്കിൽ, ഇത് ആരുടെ പപ്പിക്കുട്ടിയാണെന്ന് നമുക്കറിയില്ലല്ലോ അല്ലേ? റോഡിൽ നിന്ന് കിട്ടിയതല്ലേ? ഇത് ആരുടെയും പപ്പി അല്ല എങ്കിൽ, അതുപോലെ നിങ്ങൾ ഇതിനെ നന്നായിട്ട് നോക്കുമെങ്കിൽ മാത്രം നിങ്ങൾ ഇതിനെ നോക്കിക്കോ, നിങ്ങൾ ഇതിനെ വളർത്തിക്കോ, നമ്മുടെ വീട്ടിൽ വളർത്തിക്കോ എന്ന് പറഞ്ഞു അല്ലേ? That was the end of the story. ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്റ്റോറി. Do you like the story? നിങ്ങൾക്ക് ഇഷ്ടായോ സ്റ്റോറി? ഇഷ്ടായോ? മനസ്സിലാവാത്തവരുണ്ടോ? ഇല്ല. ഫാത്തിമ മെഹറിന് മനസ്സിലായതല്ലേ? ഓക്കെ ഓക്കെ, then മിസ് ഒന്നുകൂടി വായിക്കാം. നമ്മൾ ഇതുവരെയാണ് വായിച്ചത്.
Okay, നോക്കാം. Sasha got a bowl of warm milk for the puppy. എന്റെ കൂട്ടത്തിൽ വായിക്കാം. രണ്ടാമത്തെ പേജാണ് നമ്മുടെ ലെസന്റെ രണ്ടാമത്തെ പേജാണ് ഇപ്പം മിസ് വായിക്കുന്നത്. ലാസ്റ്റ് പാരഗ്രാഫ്. പാരന്റ്സ് ശ്രദ്ധിക്കുക, കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുക. Sasha got a bowl of warm milk. നാഫി കുട്ടന് ഉറക്കം വരുന്നുണ്ട്. Sasha got a bowl of warm milk for the puppy. The puppy loved it. Then all of them curled up on the bed together and fell fast asleep. When father came home from work, he was surprised to find the house quiet. He and mother looked into the children's room. The puppy woke up and jumped down, wagging its little tail. Miss വായിക്കുമ്പോൾ മീനിങ് കിട്ടുന്നുണ്ടോ നോക്കണേ. Okay. Father was surprised. He picked the puppy up to take it outside. The puppy started licking his face happily. Father and mother started laughing. The girls woke up scared. When they saw their father and mother laughing, they were happy. The girls woke up scared. When they saw their father and mother laughing, they were very happy. May we keep the puppy, father? Asked Sasha. Please, father, added Masha. You may keep it if you promise to take good care of it and if it does not belong to anyone, said father. It is end of the story. Story മനസ്സിലായില്ലേ? മനസ്സിലാവാത്തവരില്ലല്ലോ. ഓക്കെ, ദെൻ നമ്മുടെ ഫസ്റ്റ് വർക്ക് എന്താ നോക്കാം. റീഡ് ആൻഡ് റൈറ്റ്. കണ്ടോ? ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തവർ എത്ര പേരുണ്ട് ഇവിടെ? ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തവർ ഒന്ന് കൈബുക്കിയ വേഗം. ഒരു 3-4-5 പേരുണ്ട് അല്ലേ? ഓക്കെ, നമുക്കിത് ആദ്യം പറയുന്നിട്ട് വേഗം എഴുതിയെടുക്കാം അല്ലേ? Write true or false. Write T for true and F for false. വേറെ സ്കൂളിൽ നിന്ന് വന്ന കുട്ടികൾക്ക് നമ്മുടെ ഈ രീതി മനസ്സിലായെന്ന് വരില്ല. നമ്മൾ ഒരു ലെസൺ കഴിഞ്ഞ പാടെ നമ്മൾ അതിന്റെ ട്രൂ ഓർ ഫോൾസ് ആണ് എഴുതുക. ഇതാണ് നമ്മുടെ ഫസ്റ്റ് വർക്ക്. റൈറ്റ് ട്രൂ ഓർ ഫോൾസ്. അതായത് ടെക്സ്റ്റ് ബുക്കിലെ കുറച്ച് സെന്റൻസ് തരും. അത് ശരിയാണെങ്കിൽ ടി എഴുതുക അല്ലെങ്കിൽ ടിക്ക് ഇടുക. തെറ്റാണെങ്കിൽ എഫ്, ഫോൾസിന്റെ എഫ് ഇടുക, അല്ലെങ്കിൽ ഫോൾസ് എഴുതുക, അല്ലെങ്കിൽ നമ്മുടെ റോങ് ഇല്ലേ ഫോൾസിന്റെ ചിഹ്നം ഇടുക. ഓക്കെ, ഫസ്റ്റ് വൺ മിസ് വായിക്കാം. ശരിയാണെങ്കിൽ ട്രൂ ആണെങ്കിൽ ഇങ്ങനെ കാണിക്കാം. ലിസൺ ഹിയർ അനിഹ. ട്രൂ ആണെങ്കിൽ ഇങ്ങനെ കാണിക്കാം, ഫോൾസ് ആണെങ്കിൽ ഇങ്ങനെ കാണിക്കാം. ഓക്കെ, ആർ യു റെഡി? ഓക്കെ, ഫസ്റ്റ് വൺ. Masha and Sasha did not want a pet. Is it true or false? Very good, Shifana. It's a false sentence, അല്ലേ? Masha and Sasha did not want a pet. മാഷയ്ക്കും സാഷയ്ക്കും ഒരു പെറ്റ് ഡോഗിനെ വേണ്ട. ഇത് ശരിയാണോ തെറ്റാണോ? തെറ്റല്ലേ? അല്ലേ? അവർക്ക് പെറ്റ് ഡോഗിനെ വേണമെന്നല്ലേ നമ്മൾ ആദ്യം പഠിച്ചത്. ഓക്കെ, then second one. Father did not want a pet because it would make a mess. Father, okay, നിങ്ങൾ പഠിച്ചു അല്ലേ? നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. Father did not want a pet because it would make a mess. അച്ഛന്, അതായത് ഫാദറിന് ഒരു പെറ്റ് ഡോഗിനെ വേണ്ടായിരുന്നു. കാരണം അത് നമ്മുടെ വീട് വൃത്തികേടാക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ അച്ഛന് പെറ്റ് ആനിമൽസിനെ ഇഷ്ടമല്ലായിരുന്നു. Is it a true or false? It's a true sentence, right? Okay, then third one. അപ്പൊ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ അവിടെ എന്ത് എഴുതണം? ടി എഴുതണം. സെക്കൻഡ് സെന്റൻസ് ടി എഴുതണം. ഫസ്റ്റ് വൺ എന്താണ്? ഫോൾസ് അല്ലെ? എഫ് എഴുതുക. ഫസ്റ്റ് സെന്റൻസ് ഫോൾസ് ആണ്, എഫ് എഴുതുക. സെക്കൻഡ് വൺ ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്ത കുട്ടികൾ പേടിക്കണ്ട, മിസ് ഇപ്പൊ നോട്ട് തരും. നമ്മൾ കറക്റ്റ് ശരിയായ സെന്റൻസ് മാത്രം നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുന്നുണ്ട്. അതുകൊണ്ട് ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തവരെ ടെൻഷൻ അടിക്കണ്ട. അപ്പൊ സെക്കൻഡ് വൺ പറഞ്ഞില്ലേ? സെക്കൻഡ് വൺ ട്രൂ ആണ് സെന്റൻസ്. ഇനി തേർഡ് വൺ. The children felt sorry for the little puppy on the road. The children
felt sorry for the little puppy on the road. എന്താ സെന്റൻസിന്റെ മീനിങ്? ആ ലിറ്റിൽ പപ്പീനെ, നമ്മുടെ ആ പപ്പീനെ റോഡിൽ കണ്ടപ്പോ നമ്മുടെ സാഷയ്ക്കും മാഷയ്ക്കും അതിനോട് സഹതാപം തോന്നി. Is it true or false? സഹതാപം തോന്നിയില്ലേ ഋഷികേശേ? അതുകൊണ്ടല്ലേ വീട്ടിലേക്ക് എടുത്തത് അല്ലേ? ആ അപ്പോ അതെന്താണ്? ട്രൂ സെന്റൻസ് അല്ലേ? ആ സെന്റൻസ് ശരിയല്ലേ? Then you have to write T for that. T എഴുതി അവിടെ. തേർഡ് സെന്റൻസ് ട്രൂ ആണ്. ഇനി നെക്സ്റ്റ് ഫോർത്ത് വൺ നോക്കാം. The children took the puppy home because they were naughty children. അവര് വികൃതി കുട്ടികളായതുകൊണ്ടാണ് ആ പപ്പീനെ വീട്ടിലേക്ക് എടുത്തത്. Is it a true or true sentence? അവര് വികൃതി കുട്ടികളായതുകൊണ്ടാണോ പപ്പീനെ എടുത്തത്? അല്ലല്ലോ, അതിനോട് സഹതാപം തോന്നി പെറ്റ് ആനിമൽസിന് ഇഷ്ടമായതുകൊണ്ടല്ലേ? Then it is a false sentence. അവിടെ F ഇടുക. ഫോർത്ത് വൺ F ആണ്. ഫോർത്ത് വൺ F ആണ്. Okay. Next, fifth one. Father let the children keep the puppy. Father let the children keep the puppy. Is it a true or false? എന്താ ഋഷികേശ് എല്ലാം മാറിപ്പോന്നത്? എന്താ എന്റെ മീനിങ്? ആ സെന്റൻസിന്റെ മീനിങ് എന്താ? ലാസ്റ്റ് അച്ഛൻ കുട്ടികളെ പപ്പീനെ വീട്ടിൽ വളർത്താൻ അനുവദിച്ചോ ഇല്ലയോ? അനുവദിച്ചു എന്നാ ഇവിടെ പറയുന്നത്. Is it a true sentence? Yes, it's a true sentence. നോക്ക്, father let the children keep the puppy. അച്ഛൻ അനുവദിച്ചില്ലേ ലാസ്റ്റ്? വളർത്തിക്കോളാൻ പറഞ്ഞില്ലേ പപ്പീനെ? പിന്നെന്താ ഒരു ഡൗട്ട് ഷിഫാന? കൗശിക്ക് കാണുന്നുണ്ട്? ടെക്സ്റ്റ് ബുക്ക് ഉണ്ടോ മോനെ? ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തവർക്ക് നമുക്ക് ടെക്സ്റ്റ് ബുക്ക് വന്നിട്ടുണ്ട്. തിങ്കളാഴ്ച നെക്സ്റ്റ് വീക്കോടെ നമുക്ക് എഴുതാം കേട്ടാ. ടെൻഷൻ അടിക്കണ്ട ആരും. ഓക്കെ, നമ്മുടെ ടൈം ലിമിറ്റ് ആയിട്ടുണ്ട്. 40 മിനിറ്റ്സ് ഇപ്പൊ കഴിയും. നിങ്ങൾക്ക് നാളത്തേക്കുള്ള ഹോംവർക്ക് നോട്ട്ബുക്കിലും ടെക്സ്റ്റ് ബുക്കിലും ഒന്നും എഴുതാനില്ല. അടുത്ത ക്ലാസ്സിൽ മിസ് ഈ ലെസൺ വായിപ്പിക്കും എല്ലാരെ കൊണ്ടും. ഒരു 3 പ്രാവശ്യം എല്ലാവരും ഈ ലെസൺ കംപ്ലീറ്റ് വായിച്ചിട്ട് വരണം. പാരന്റ്സ് നന്നായിട്ട് ശ്രദ്ധിക്കുക അവർ വായിക്കുന്നുണ്ടോന്ന്. അപ്പൊ ഒരു 3 പ്രാവശ്യം നമ്മുടെ ചാപ്റ്റർ വായിച്ചിട്ട് വരിക. ഓക്കെ, വൈൻഡപ്പ് ചെയ്യട്ടെ മിസ്? വൈൻഡപ്പ് ചെയ്യട്ടെ? എന്തെങ്കിലും പറയാനുണ്ടോ മിസ്സിനോട്? ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഫാത്തിമ മെഹറിന് പറയാനുണ്ടോ? ഇല്ല. പിന്നെന്താ, ആർക്കെങ്കിലും പറയാനുണ്ടോ എന്തെങ്കിലും?